കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കോടാലിയിലെ അക്ഷയ കേന്ദ്രം പുതിയ കെട്ടിടത്തിലെ താഴത്തെ നിലയിലേക്ക് മാറ്റി തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ വർഷങ്ങളായുള്ള തന്റെ പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടായതിൽ ആഹ്ലാദിക്കുകയാണ് മുപ്ലിയം സ്വദേശിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ കെ.ജി. രവീന്ദ്രനാഥ്. വരന്തരപ്പള്ളിയിലും കോടാലിയിലുമടക്കം വിവിധ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളുടെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ വയോജനങ്ങളും ഭിന്നശേഷിയുള്ളവരും ഗർഭിണികളും അനുഭവിക്കുന്ന ദുരിതം ചൂണ്ടിക്കാണിച്ച് 2022 കെ.ജി. രവീന്ദ്രനാഥ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഹർജി നൽകിയിരുന്നു. ഹർജി പരിഗണിച്ച കമ്മീഷൻ അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താഴത്തെ നിലയിലേക്ക് മാറ്റാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഈ നിർദ്ദേശം നടപ്പാക്കാൻ കാലതാമസമുണ്ടായപ്പോൾ കെ.ജി. രവീന്ദ്രനാഥ് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. ഇതേ തുടർന്ന് വരന്തരപ്പള്ളിയിലടക്കമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ താഴത്തെ നിലയിലേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. അനുയോജ്യമായ കെട്ടിടം ലഭിക്കുന്ന മുറയ്ക്ക് കോടാലിയിലേതടക്കമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ താഴത്തെ നിലയിലേക്ക് മാറ്റാമെന്ന് അധികൃതർ കമ്മീഷനെ അറിയിച്ചിരുന്നു. എൻ്റെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ 2022 മുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ കേന്ദ്രങ്ങളും താഴത്തേക്ക് വന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ കോടാലിയിലത്തെ അക്ഷയ കേന്ദ്രം വർഷങ്ങളായിട്ട് മുകളിലത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് എത്തിപ്പെടാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അതായത് വയസ്സായവർ, അതിന് ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ, കൈക്കുഞ്ഞുങ്ങളാക്കി വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ വീണ്ടും പരാതി കൊടുത്തു, ഇവർ ഇത് നടപ്പിലാക്കണില്ല എന്നും പറഞ്ഞ്. അപ്പോൾ ഗീത മാഡം ഉത്തരവിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം, താഴെ വന്ന് പ്രവർത്തിപ്പിക്കാവുന്ന സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിട്ടുണ്ടെങ്കിലും നാൾ വരെ ചെയ്തിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞാൻ അപ്പീൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് ജനങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു സേവനം ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ.